ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിലെ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നു വന്നിട്ട് ലൂഗറിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുവാണ് എയ്ഗിനെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല പെമ്പിള്ളേരെയും പിടിച്ചുകൊണ്ടുപോയി. പെമ്പിള്ളേരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവർ ഓൾറെഡി ഡ്രഗ്സ് കൊടുത്തുകൊണ്ട് തന്നെ അവരൊരു കാര്യവും പറയാനായിട്ടുള്ള ചാൻസ് ഇല്ല. മാത്രമല്ല എയ്ഗ് ആണെങ്കിൽ ഒരു കാര്യം പറയത്തില്ല. അപ്പോൾ അതിൽ വന്ന് എയ്ഗിൻ്റെ ഒരു അനിയനും ഈ ഒരു ടീമിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ലൂഗർ പറയാണ്, നീ ഒരു കാര്യം പേടിക്കേണ്ട, നിന്റെ ചേട്ടനെ ഞാൻ അധികം കാലമൊന്നും ജയിലാക്കത്തില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറക്കും, ആ കാര്യം ഒന്ന് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്ന സമയത്തും അവിടെയുള്ള എല്ലാവരും പറയുവാണ്, ഞങ്ങൾക്ക് വന്ന് അതൊക്കെ ഓക്കെ, ഞങ്ങൾക്ക് അറിയാം ബോസ് നിങ്ങൾ ചെയ്യുന്നു, പക്ഷേ ബ്ലാക്ക് ലൈൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് അവർക്ക് ടെൻഷൻ എന്ന് പറയണം. അവിടുന്ന് നേരെ സീൻ കട്ടായി കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനെ കാണിക്കുവാണ്. നമ്മുടെ ക്യാപ്റ്റൻ ബയ്യാണെങ്കിൽ ഏകിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്യാപ്റ്റൻ പറയുവാണ്, നീ ഇത്രയും കുറ്റകൃത്യം ചെയ്തുകൊണ്ട് എങ്ങനെ നോക്കിയാലും നീ ഇനി ചെയ്താലും മൊത്തം ചെയ്യില്ലായിരിക്കും. പിന്നെ നിനക്ക് തൂക്കുമരണത്തിന് രക്ഷപ്പെടണമെങ്കിൽ നീ വേണമെങ്കിൽ ലൂഗറിനെ പറ്റി നിനക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. ഏഗ് പറയുകയാണ്, നീ എന്താ വിചാരിച്ചത് ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കാലം ജയിലിൽ കിടക്കുന്നു, അതൊക്കെ നിന്റെ സ്വപ്നം മാത്രമാണെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ബൈ ചോദിക്കുവാണ്, 5 വർഷം മുമ്പ് എൻ്റെ കൺമുന്നേ വെച്ച് കണ്ടതാണ് ഞാൻ അവൻ മരിക്കുന്നത്, പക്ഷെ അവൻ ഇന്നും ജീവനോടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തും ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും നമ്മുടെ ഏഗ് പറയത്തില്ല. പക്ഷെ അവൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഏകദേശം നമ്മുടെ ബൈക്ക് മനസ്സിലാവണം അവൻ ജീവനോടെ ഉണ്ടെന്നും. അപ്പോൾ ബൈ പറയണം, അവനിനി ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവനെ മരണമെന്നും പറഞ്ഞിട്ട് ബൈ അവിടെ നിന്ന് പോവാണ്. ഇനി ഇതേ സമയത്താണെങ്കിൽ അവൾ ഓഫീസിൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിറ്റയാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് നല്ല ലേറ്റായിട്ടാണ് അവളുടെ ചേട്ടൻ വന്നിട്ടുള്ളത്, വാസു. അപ്പോൾ വാസുവിനോട് ചോദിക്കും, എന്ത് പറ്റി ഇത്ര ലേറ്റായിട്ട് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വാസു പറയാണ്, അതൊന്നുമല്ല, നീ നേരത്തെ ഫോൺ കെട്ടിയത് പെട്ടെന്ന് പോയില്ലേ, പിന്നെ ഞാൻ വിചാരിച്ച് നീ വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാ, അതുകൊണ്ട് തന്നെ ആ മൂന്ന് ഞാൻ എത്ര നേരം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നെന്നറിയോ, ഷോപ്പ് അടയ്ക്കുന്നവരെ ഞാൻ അവിടെ നിന്നേന്ന് പറയാം. അപ്പോൾ നമ്മുടെ വിറ്റ പറയാണ്, ഓ അത് ഇയാൾക്കത് ബെനിഫിറ്റ് ആയല്ലേ, നിനക്കും അതല്ലായിരുന്നു താല്പര്യം, വരണം എന്നുള്ള ആഗ്രഹമൊന്നും നിനക്കില്ലായിരുന്നല്ലോ, അവിടെ തന്നെ നിൽക്കണം എന്നായല്ലോ ആഗ്രഹം എന്ന് പറയുന്ന സമയത്ത് വാസു പറയും, നീ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല കാര്യങ്ങളൊന്നും. എന്നിട്ട് പിറ്റേന്നാണെങ്കിൽ ഓൾറെഡി ക്യാപ്റ്റൻ ബോയ് പറഞ്ഞായിരുന്നല്ലോ വിറ്റയുടെ അടുത്ത്, അവൻ വന്നിട്ട് ഇവൾക്ക് വന്നിട്ട് മറ്റേ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കാന്ന്, അതുകൊണ്ട് തന്നെ രാവിലെ വന്ന് വിറ്റ വന്നേക്കുക കേട്ടോ. ആ സമയത്താണ് ബൈ വന്നിട്ട് ഇവളുടെ ബാഗിൽ വന്നിട്ട് ഹൈ കലോറി ഫുഡ് കാണുന്നത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഹൈ കലോറി ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ എങ്ങനെ ഫിസിക്കലി ഫിറ്റ് ആവുന്നേ, ആദ്യം നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ എടുക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയുക, നിനക്ക് ഞാൻ വന്നിട്ട് ഒരു ടെസ്റ്റ് ഇന്ന് ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ പോവാണ്, നീ ഓടുന്നതിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മിങ്ങ് വരികയാണ്. അപ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കണേ. ആക്ച്വലി മിങ്ങ് വന്നിട്ട് നമ്മുടെ ബൈ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചറിഞ്ഞിട്ട് ബയ്യനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. കാരണം മിങ്ങിന് വന്നിട്ട് നമ്മുടെ ബയ്യൻ്റെ മേലൊരു ക്രഷൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മിങ്ങും കൂടി വന്നുകൊണ്ട് നമ്മുടെ ബൈ പറയണമെന്നാൽ ശരി ഞാൻ ഓടാൻ വരുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും വിറ്റ, നീ മിങ്ങിൻ്റെ കൂടെ ഓടും, രണ്ടുപേരിൽ ആരോ സ്പീഡിൽ ഓടുന്നതെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെ ഓടാൻ വിടും. പിന്നെ നമുക്കിപ്പോൾ അതുപോലെ അറിയാമല്ലോ, വിറ്റ വന്നിട്ട് മിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി വീക്കാണ്, പക്ഷേ ബാക്കിയുള്ള ദിവസത്തേക്കാളും ബെറ്റർ ആയിട്ട് തന്നെയാണ് അന്നത്തെ ദിവസം വിറ്റ ഓടുന്നത്. എന്നിട്ട് പിറ്റേ ഓഫീസിൽ ഇരുന്ന് എല്ലാവരും കൂടിയും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചീഫ് വിളിച്ചിട്ട് പറയുകയാണ്, നിനക്കിതൊരു ഡ്യൂട്ടി ഉണ്ട്, നീ ഒരു സ്ഥലത്ത് ബോഡി ഗാർഡായിട്ട് പോകണമെന്ന്. എന്നിട്ടാണെങ്കിൽ അവൾക്ക് ബോഡി ഗാർഡായിട്ട് നിൽക്കാനുള്ള ഡ്യൂട്ടി കിട്ടുന്നത് നമ്മുടെ സെന്നിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ സെന്നാണെങ്കിൽ ഇവൻ ഇച്ചിരി ഫിസിക്കൽ കാര്യങ്ങളെല്ലാം നോക്കുന്നേ, അതുകൊണ്ട് തന്നെ അവൻ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ ചെന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കത്തില്ലേ വെള്ളത്തിനടിയിൽ, അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ 4 മിനിറ്റ് വരെ അവൻ പിടിച്ചിരുന്നിട്ട് എണീറ്റ് വന്നിട്ട് ടവൽ എടുത്തു തരാൻ പറയുന്ന സമയത്ത് വിറ്റ പറയണം, ഇല്ല ബോഡി ഗാർഡ്സിന് ഒരു റൂളുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് ബോഡി ഗാർഡായി നിൽക്കുന്നത് അയാളുടെ അടുത്ത് 5 അടി നീങ്ങിയേ നിൽക്കാവൂ, അങ്ങനെ ഞങ്ങൾക്ക് റൂൾ ഉണ്ടാവുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ വന്നിരുന്ന് തലയൊക്കെ തോർത്ത് സ്വയം എടുത്ത് തലയൊക്കെ തോർത്ത് എന്നിട്ട് ചോദിക്കണം, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ, അല്ല നിനക്ക് ഇതുവരെ കണ്ടിട്ട് എൻ്റെ ഈ ഒരു ചാർബിലൊന്നും നീ എന്താ മയങ്ങാത്തിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിറ്റ് വന്ന് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്, നിങ്ങൾ നല്ല സ്ലിം ആണല്ലോ, ഫിസിക്കലി ഫിറ്റ് ആണല്ലോ, എങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റെസിപ്പി എല്ലാം എഴുതിയെടുക്കുവാണ്. എന്നാണെങ്കിൽ സൻ പറയാണ്, ശരി നിനക്ക് എൻ്റെ എല്ലാ ടിപ്സും ഞാൻ തരാം, അതൊരു കണ്ടീഷനിൽ തരാമെന്നും പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ക്ലോസ് ആയി ചെല്ലുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ഷിൻ എന്ന് പറയുന്ന ആ പെണ്ണ് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്തിനാ ആ ബോഡി ഗാർഡിൻ്റെ ആവശ്യം, എനിക്ക് ആ ബോഡി ഗാർഡിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിറ്റ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാട്ടോ. സത്യം പറഞ്ഞാൽ വിറ്റയ്ക്കാണെങ്കിൽ സെന്നിനെ കാണുന്നതേ ഇഷ്ടമല്ല. ആക്ച്വലി ഷിൻ അങ്ങനെ വന്നൊരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സമാധാനത്തിരിക്കുവാണ്.
ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വാസു ഉണ്ടല്ലോ മൂനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ആ ഒരു ബേക്കറിക്ക് പോയേക്കുക. പക്ഷെ വന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് മൂന്ന് ഓൾറെഡി ഒരു അസിസ്റ്റൻറ്റ് പെണ്ണുണ്ട് ബേക്കറിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ആ പെണ്ണിനോട് ചോദിക്കുന്ന സമയത്ത് പറയുവാണ് അവൾ വരാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ സ്വീറ്റ്സ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മൂൻ്റെ അനിയനും കൂടിയാണ് വരുന്നത് കേട്ടോ. പക്ഷെ വാസു വന്ന് കാണുമ്പോൾ അനിയൻ കുറച്ച് ആൻസമൊക്കെ ആണ്ട് വിചാരിക്കുന്നത് ഇനി ഇനി ബോയ് ഫ്രണ്ട് എങ്ങാനും ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വാസുവിന്റെ മുഖം ആകെ ചുളിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ വാസു ചോദിക്കണോ നിനക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ കൊച്ചനിയൻ അവനെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാസുവിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നത്. എന്നിട്ടാണെങ്കിൽ അന്ന് രാത്രി വിറ്റ വന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ് എനിക്കിന്ന് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ജോലിയല്ലേന്ന് ചോദിച്ചത് ജോലിയല്ല, കാരണം എനിക്കൊരു ഭാരപ്പെട്ട ജോലിയായിട്ട് തോന്നിയില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താ സംഭവം. അപ്പോൾ നമ്മുടെ വിറ്റ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ ഇന്ന് ഷിന്നിൻ്റെ വീട്ടിൽ ബോഡി ഗാർഡായിട്ട് പോയെന്ന് പറയുന്ന സമയത്തും ചേട്ടൻ ഇങ്ങനെ ഷിന്നോ നീ വന്ന് അന്ന് രക്ഷപ്പെടുത്തിയ ആ പെണ്ണിൻ്റെ കാര്യമാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയാം ആ പെണ്ണിൻ്റെ കാര്യം തന്നെയാന്ന് പറയുന്ന സമയത്ത് വാസു പറയണം നീ എന്തിനാ ആ പെണ്ണുമായിട്ട് ഇത്ര ക്ലോസ് ആവാനൊക്കെ നിൽക്കുന്നേ, നീ എന്താ പൈസക്കാരുടെ ലൈഫും നമ്മുടെ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ഒരിക്കലും ആ പെണ്ണായിട്ടൊന്നും ക്ലോസ് ആവാൻ നിൽക്കണ്ട, അതൊന്നും നമുക്ക് ശരിയാവുന്ന കാര്യമില്ലെന്ന് പറയുക വിറ്റയുടെ അടുത്ത്. എന്നിട്ട് പറയാം ശരി എന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, ഞാൻ റൂമിൽ പോകാമെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകട്ടെ. പക്ഷെ വിറ്റയ്ക്ക് എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചതെന്നും വിറ്റയ്ക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണെങ്കിൽ രാത്രി ക്യാപ്റ്റൻ പോയി അവളെ വിളിക്കുവാട്ടെ ചേട്ടൻ പോയതിനു ശേഷം. എന്നിട്ട് ചോദിക്കുവാണ് നീ ഇന്ന് എവിടെയായിരുന്നു, ഓഫീസിലൊന്നും കണ്ടില്ല, നിനക്ക് എന്താ വേറെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയാണ് ചീഫ് ഇങ്ങനെ ഒരു ഡ്യൂട്ടി തന്ന് ഞാൻ സനിൻ്റെ വീട്ടിൽ ബോഡി ഗാർഡിന് ആവാനായിട്ട് പോയായിരുന്നു പറയാം. അപ്പോഴാണെങ്കിൽ ബൈക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയുകയാണ് ഞാനല്ലേ നിൻ്റെ മേലുദ്യോഗസ്ഥൻ, ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി, വേറൊരാളുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കരുത് നിനക്ക് അറിഞ്ഞൂടായോ, ഇനി ഞാൻ തരുന്ന ഓർഡർ അനുസരിച്ച് മാത്രമേ നീ വർക്ക് ചെയ്യാവൂന്ന് പറഞ്ഞിട്ട് ഇവള് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവനങ്ങ് ഫോൺ കട്ട് ചെയ്ത് പോവാണ്. ഇനി പിറ്റേന്നാണെങ്കിൽ നമ്മുടെ ബൈ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റയ്ക്ക് പകരം മിങ്ങിനെയും ലിങ്ങിനെയും കൂടിയിട്ട് ബോഡി ഗാർഡായിട്ട് വിട്ടേക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ സെൻ ചോദിക്കുന്ന കാര്യം ഇന്ന് എന്ത് പറ്റി ഡ്യൂട്ടി എല്ലാം മാറിയത്, ഞാൻ വിറ്റേ വേണം എനിക്ക് ബോഡി ഗാർഡായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയില്ല കുറച്ച് അർജൻറ്റ് കാര്യമായിട്ട് വിറ്റയ്ക്ക് അവിടെ തിരക്കാണ്, അവിടെ ഞങ്ങളെ റീഷെഡ്യൂൾ ചെയ്തിട്ടതാണെന്ന് പറയാം കേട്ടോ. അതിൽ ഇവൻ ചോദിക്കുക അല്ല നിങ്ങൾക്ക് എന്താ ബോഡി ഗാർഡ്സിൻ്റെ നിയമമൊന്നും ബാധകമല്ലേ, നീ താണ്ടി എൻ്റെ അടുത്ത് ഒരു മീറ്റർ അടുത്തിരിക്കുന്നത്, നീ താണ്ടി 1.5 മീറ്റർ അടുത്തിരിക്കുന്നത്, ഇതെന്തൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് ഇവർ എന്താണെന്നുള്ള രീതിക്ക് നോക്കുക. അപ്പോൾ ഇവന് മനസ്സിലാവും ഓ അപ്പോൾ അങ്ങനെ നിയമമൊന്നുമില്ല അല്ലേ, അവളെ എന്നെ ഇന്നലെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചമ്മിപ്പോയ അവസ്ഥയിലിരിക്കുവാണ് സെൻ. ഈ സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ചീഫ് ചോദിക്കുവാണ് ക്യാപ്റ്റൻ ബൈയുടെ അടുത്ത് നീ എന്ത് പരിപാടി കാണിച്ചത്, നമ്മുടെ വിറ്റേ വേണം ബോഡി ഗാർഡായിട്ട് വേണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്, നീ ഇതിനെ ബാക്കി 2 പോലീസ് ഓഫീസറെ വിട്ടേന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയാം നമുക്ക് വന്ന് ഇച്ചിരി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ബോഡി ഗാർഡായിട്ട് വിടാൻ നല്ലത്, പക്ഷെ വിറ്റ് അത്രയും ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ ലൈഫ് റിസ്ക് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവർ 2 പേരും വിറ്റത്. എന്തായാലും ഇതേ സമയത്താണെങ്കിൽ വാസു വന്നിട്ട് മൂവിനെ കാണാനായിട്ട് പോയിട്ട് അപ്പോൾ മൂവാണെങ്കിൽ സ്വീറ്റ്സ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് പേടിച്ച് കത്തിയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വാസു പറയുന്നത് ഞാനാന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ആശ്വാസമാണ്. അവിടെ ചോദിക്കുക ഈ വഴി എൻ്റെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണല്ല നിങ്ങളുടെ കൊച്ചനീനില്ലേ അവനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും സ്വീറ്റ്സ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പറയണോ ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഞാൻ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ മേലെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവളുടെ കാലിൽ ഒരു സാധനം തട്ടുക, മാത്രമല്ല അവളുടെ റൂമിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീണ് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുക. അതിന് പ്രകാരം നമ്മുടെ ബൈയും നമ്മുടെ വിറ്റയും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ചോദിക്കുവാണ് അകത്തുനിന്ന് ആരെങ്കിലും കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം അകത്തുനിന്ന് ആരും കയറിയിട്ടില്ല, മാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയിട്ടില്ല, സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലായി കിടന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ടിരുന്ന വാസു പറയണം അത് ചിലപ്പോൾ കാറ്റ് വീശിയിട്ട് എങ്ങാനും വീണായിരിക്കത്തില്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബൈ പറയാം ശരിയാ ഓക്കെ കാറ്റ് വീശിതാവാനും ചാൻസ് ഉണ്ട്, നമ്മളെല്ലാ പോസിബിലിറ്റിയും നോക്കണ്ടേന്ന് പറയുക കേട്ടോ. അപ്പോൾ വിറ്റ പറയണം ഓക്കെ വാസു നീ ഒരു കാര്യം ചെയ്യും മൂന്നും കൊണ്ട് താഴെ ചെന്നിക്ക്, ഞാനും ബൈയും കൂടിയിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്യാപ്റ്റൻ ബൈ പറയാം അവരിങ്ങനെ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് പോവാ, ഇത് നിനക്കുള്ള എക്സാമാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വിറ്റയെ വിടുന്നത്. വിറ്റയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവളുടെ കഴിവ് നമുക്കറിയാലോ, അവൾ കണ്ണടച്ച് എല്ലാ കാര്യം വിഷ്വലൈസ് ചെയ്ത് നോക്കുവാണ്. എന്നിട്ടാണെങ്കിൽ അവൾ കണ്ടുപിടിച്ചു കേട്ടോ ആരെ വന്നു പോയെന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് ഓടി വന്നിട്ട് ബയ്യൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയാൻ നിൽക്കുമ്പോഴേക്കും ബയ്യ ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ തിരിയുമ്പോൾ അവളെ ഹൈറ്റ് ഇല്ലോ അവൻ്റെ കയ്യെ ഞണ്ടിയിട്ട് ഇവളും അങ്ങ് തിരിയുക കേട്ടോ. എന്നിട്ട് പറയാം എനിക്ക് ആളെ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പുറത്തു പോവാണ്. എന്നിട്ടാണെങ്കിൽ ഇവർ വന്ന് വാസുവിനെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യുക സത്യം പറ നീ അല്ലയോ അതിനകത്ത് കയറിയെന്ന്. വാസു പറ അല്ല ഞാനൊന്നുമല്ല ഞാൻ എങ്ങനെ കയറാനെന്ന് പറയുന്ന സമയത്ത്
ഇന്ന് വിറ്റ് വന്നിട്ട് വാസുവിൻ്റെ കർച്ചീഫ് ഓൾറെഡി അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവൻ വന്നിട്ട് അവൻ യൂസ് ചെയ്യുന്ന സ്മെല്ലൊക്കെ സ്പ്രേഡ് അവൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം പറയാം. മാത്രമല്ല ഇവർ ചോദ്യം ചെയ്ത സമയത്തും ഇവൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ ബോഡി ലാംഗ്വേജും അതിനൊരു ഇതായിരുന്നു എന്ന് പറയണം. ഇവിടെ ചോദിക്കുകയാണ് നീ എന്തിനാണ് ആ വഴിക്ക് വീട്ടിൽ കയറിയത്, നേരെ ആ വഴിക്ക് കയറാൻ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയണം ഓൾറെഡി നമ്മുടെ ഈ മൂവിൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു മഴ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അവൾ തുണിയെല്ലാം പറക്കിക്കോണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ തുണി പറക്കുന്ന സമയത്ത് ഒരു തുണി തറയിൽ വന്ന് കിടന്ന് കാണും. അപ്പോൾ അത് എടുത്തിട്ട് വെക്കാനായിട്ട് ഇപ്പം മണ്ടേ കയറിയതാണ്. പക്ഷെ കയറിയപ്പോൾ ഇവന് തോന്നി കാണും മൂന്നിപ്പോൾ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലോ. അതുകൊണ്ട് അവളോട് ചോദിക്കാതെ തന്നെ അവളുടെ ടേസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ കയറിയതായിരിക്കും. പക്ഷെ കയറിപ്പോയ വെപ്രാളത്തിൽ വന്നിട്ട് ഇവൻ്റെ കാലിൽ തെറ്റിയ തറയിലും വീണ് കാണും. നോക്കിയപ്പോൾ വന്ന് പെർഫ്യൂം ബോട്ടിൽ ഇരിക്കും. അപ്പോൾ പെർഫ്യൂം വാങ്ങിച്ചു കൊടുക്കാമെന്നും വിചാരിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ കാര്യം പറയുന്ന സമയത്ത് ഇവൻ പറയണം എന്തുവായാലും ഇത് മൂവ് അറിയാൻ നിൽക്കണ്ട, അവൾ വിചാരിച്ച എന്നെ പറ്റി എന്തോ വിചാരിക്കുന്നത്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂവ് ഇതെല്ലാം കേട്ടോണ്ട് വരും കേട്ടോ. അപ്പം മൂവിന് ഈ കാര്യമൊക്കെ മനസ്സിലാവുകയാണ് നമ്മുടെ വാസുവാണ് കയറിയത്, ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തതെന്നൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ ഇനി മൂവ് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ വാസു എന്നോട് അടുത്ത് പറയാണ് സോറി, ഞാൻ ആദ്യം നിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ, ഇത്രയും വിഷയം ആവത്തില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റ്, എനിക്ക് സോറി പറയാം. അപ്പോൾ എടുത്തുകൊണ്ട് മൂവ് പറയണം അതിനിപ്പോൾ എന്തിനാ സോറി പറയുന്നത്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഭാവിയിൽ നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആലോചിച്ചിരിക്കാൻ മാത്രമേ കാണൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ വാസു ചോദിക്കുക അപ്പം നിനക്കിതിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ചാൻസ് ഉണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്തോട് പറയണം 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണ്, എന്തായാലും ബർത്ത്ഡേക്ക് വാപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയണം. അപ്പോൾ വാസു ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും അങ്ങ് അവരുടെ വീട്ടിനകത്ത് പോകാട്ടോ. അപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പയ്യും വിറ്റ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വിറ്റ് ചോദിക്കണം എങ്ങനെയുണ്ട് നിങ്ങൾ വെച്ച എക്സാമിൽ ഞാൻ പാസ്സായില്ലേന്ന് ചോദിക്കുന്ന സമയത്തും ബൈ പറയണം അത് നിനക്ക് ഭാഗ്യമുള്ളതുകൊണ്ട്, ഇത് നിൻ്റെ ചേട്ടനാണ് നീ കണ്ടുപിടിച്ചു, വേറെ ആരെങ്കിലും ആണെങ്കിൽ നീ എങ്ങനെ ഏത് കണ്ടുപിടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് നിൻ്റെ ലക്കിൽ മാത്രമാണ് നീ ഈ എക്സാമിൽ പാസ്സായെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ബയ്യ അവിടെ നടന്നു വരുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ആ സമയത്തും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളുണ്ട്, മറ്റേ ലൂഗർ എന്ന് പറഞ്ഞാൽ അയാൾ ടീമിലുള്ള ഒരാളെ പോലെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാൾ വലിച്ചിട്ട് പോയ സിഗരറ്റിൻ്റെ പീസ് ഇറങ്ങി കിടപ്പുണ്ട്, അത് എടുത്തിട്ട് ബൈ